ഹലോ ഗായ്സ്, അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ നമ്മൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കൊടൈക്കനാലിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ കൊടൈക്കനാലിലേക്കുള്ള യാത്രേൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. അതായത് കൊടൈക്കനാൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ശരിക്കും കോഴിക്കോട് നിന്ന് പോകുമ്പോൾ നമുക്ക് പാലക്കാട് വഴി പോകുന്നതാണ് എളുപ്പത്തിലുള്ള വഴി എന്ന് പറയുന്നത് എപ്പോഴും പാലക്കാട് വഴി പോകാമെന്നുള്ളതാണ്. പക്ഷേ പാലക്കാട് വഴി പോകുമ്പോൾ നമുക്ക് കൊടൈക്കനാൽ എത്താൻ വേണ്ടി പോവാം. പക്ഷേ നമുക്ക് കുറച്ചുകൂടി സീനിക് റൂട്ട്സും നല്ല എൻജോയ് ചെയ്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു പോകണമെങ്കിൽ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യാം നമ്മൾ തൃശ്ശൂർ വഴി ആതിരപ്പള്ളി കയറി, അതായത് ചാലക്കുടി, ആതിരപ്പള്ളി, അയച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ വഴി പോകാമെന്നുള്ളതാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാലക്കുടി കഴിഞ്ഞാൽ ഫുൾ സീനിക് റൂട്ട്സാണ്. നമ്മൾ വാൽപ്പാറ കഴിയുന്നവരെ അത്രയധികം കിലോമീറ്റേഴ്സ് ഫുള്ള് സീനിക് റൂട്ടാണ്. നമുക്ക് ഒരുപാട് ഫോറസ്റ്റ്, റിവേഴ്സ്, വാട്ടർഫോൾസ്, ഡാംസ് ഇതെല്ലാം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ റൂട്ട് നമ്മളിതുവരെ പോയിട്ടില്ല, സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ഇക്കാക്കാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞ് ആ റൂട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. കുറച്ച് ദൂരം കൂടിയാലും ആ റൂട്ട് ഭയങ്കര സീനിക്കാണ്, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. അത് കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ ഒരു പന പോലെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ താഴെ ഫുള്ളൊരു പച്ചപ്പ്, ഒരു ഗ്രാസ് പോലെ ഇങ്ങനെ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഭയങ്കര ഭംഗിയായിരുന്നു ഇങ്ങനെ കാണാൻ. ആ ഒരു ഫ്രെയിം ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറേ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ കുറേ നോക്കിയിരുന്നത് ഭയങ്കര രസമായിരുന്നു. അപ്പം ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യുമ്പം ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നടന്ന് കാണുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ സീനിക് റൂട്ട്സൊക്കെ നടന്ന് കാണാനാണ് അതിൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ടും നടന്ന് കാണാൻ നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ടും പിന്നത്തെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബൈക്കാണ്. അപ്പം ബൈക്കിൻ്റെ പ്രത്യേകത പറയുമ്പം ബൈക്കിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ കാഴ്ച കാണുന്നതിൻ്റെ കൂടെ നമ്മളെ ബോഡിയും കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തിപ്പം ഈ പെട്രോൾ പമ്പിന് മുമ്പിൽ സ്ലോ ഒക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ റൂട്ടിൽ ഏറ്റവും ലാസ്റ്റ് പെട്രോൾ പമ്പാണ്. അപ്പം ഫ്യൂലൊക്കെ മാക്സിമം റീഫിൽ ചെയ്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്തേക്ക് എത്തിയാലേ നമുക്ക് ഒരു പെട്രോൾ പമ്പ് കിട്ടുള്ളൂ. അപ്പം ഈ റൂട്ട് ത്രൂ ഔട്ട് ആതിരപ്പള്ളി, വായച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ ഇവിടെ ഒന്നും പമ്പ്സ് അവൈലബിൾ അല്ല. അപ്പം മാക്സിമം ഇവിടുന്ന് റീഫിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഞാൻ എല്ലാം സ്ലോ ആക്കി. കാര്യം ചെറിയൊരു ചായപ്പീടിയും ഒരു റിവർ വ്യൂ, ചാലക്കുടി റിവറിൻ്റെ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും ഉണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് രാത്രി തുടങ്ങിയ യാത്രയാണ്. കോഴിക്കോട് നിന്ന് രാത്രി നമ്മൾ ഒരു 2 മണി ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നല്ല നൈസായിട്ട് ബൈക്ക് സൈഡാക്കി ഞാൻ മെല്ലെ താഴോട്ടൊക്കെ ഇറങ്ങി ക്യാമറ എടുത്തിട്ട്. അത് കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സിൽവർ സ്റ്റോം കാണാം. വാട്ടർ തീം പാർക്കാണ്. ചിലരെങ്കിലും അവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ആതിരപ്പള്ളി, വായച്ചാൽ, സിൽവർ സ്റ്റോമും ഈ 3 സാധനങ്ങൾ കവർ ചെയ്യലായിരുന്നു ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അധികം സ്കൂൾസിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നു നമ്മൾ 10th ട്രിപ്പൊക്കെ. അപ്പം നമ്മളവിടെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് നല്ല ബൈക്ക് എടുത്ത് ഇറങ്ങി. അങ്ങനെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ തന്നെ നമ്മൾ നേരെ എത്തുന്ന ആതിരപ്പള്ളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കാണ്. അപ്പം ആ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെ ആയിട്ടാണ് നമുക്ക് ഈ ആതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള വ്യൂ ഇവിടുന്ന് കിട്ടും. അപ്പം ഈ സൈഡിൽ വണ്ടികൾ നിർത്തി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് കുറച്ചുകൂടി ക്ലോസ് ലുക്ക് നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫോൾ കുറച്ചുകൂടി അടുത്തു നിന്നുള്ള വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. നമ്മളത് ചൂസ് ചെയ്തിട്ടില്ല.
നമ്മളവിടുന്ന് ഫോറസ്റ്റ് എൻട്രൻസിലുള്ള ഒരു ടിക്കറ്റ് കയറും. അതെടുത്തിട്ട് നമ്മൾ മെല്ലെ കയറി. അപ്പം കയറി കഴിഞ്ഞപ്പോഴുള്ള വിഷ്വൽസ് ചെയ്യുന്നു. നമ്മൾ ഇതുവരെ നമ്മൾ ചാലക്കുടി നാതിരപ്പള്ളി വരെ എത്തിയ റൂട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷെ അതിനേക്കാളും എത്രയോ ബ്യൂട്ടി ആയിരുന്നു ആ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉള്ളോട്ട് കയറിയതിനു ശേഷം. എനിക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു വെതറും അതിൻ്റെ കൂടെ ഈ ഒരു ഫോറസ്റ്റിനകത്ത് കൂടെയുള്ള ഒരു റൈഡ് എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ചെറിയൊരു വാട്ടർഫോൾ അല്ലാണ്ട് പോകുന്ന വഴിക്കപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങിയിട്ടാണ് വരുന്നത്. ഭയങ്കര ഒരു ഓറഞ്ച് കളറിലാണ് വെള്ളം വരുന്നത്. നമുക്ക് പൊതുവെ ഭയങ്കര ക്ലീനായിട്ടുള്ള വെള്ളം ഇങ്ങനെ വരുന്നത് കാണാനാണ് ഇഷ്ടം. നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ റൈഡിങ്ങിനെ കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ പിന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പം മൊത്തത്തിൽ ലൈക്ക് ഒരു ജിയോഗ്രഫി മാറി. ഒരു നേരത്തെ ഫസ്റ്റിലുണ്ടായിരുന്ന ഭയങ്കര തിക്ക് ഫോറസ്റ്റ് പോലത്തെ ഫീൽ ചെയ്യും. പക്ഷെ ഇത് കുറച്ചും കൂടി ഫ്രീ ആയി. ആ ഒരു മൊത്തത്തിൽ വ്യൂ ഒക്കെ മാറി. അപ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു റിവർ ഉണ്ട്, അത് കാണാം. അത് കഴിഞ്ഞ് ആ വ്യൂ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ മെല്ലെ ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും നമ്മൾ കുറ്റിമോളല്ലേ, ചെറിയ എന്തൊരു പേര് പറയാം. അപ്പം ഈ ഒരു കുറ്റിമോള ഇങ്ങനെ ഫുള്ള് രണ്ട് സൈഡും ഉണ്ടായിരിക്കുന്നുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ ചെറിയൊരു മുള ഇങ്ങനെ രണ്ട് സൈഡും ഉണ്ടായിരിക്കുന്നത്. ഇത് വളർന്നിട്ടുള്ള വേറൊരു വ്യൂ, അതായത് ഇത് ഇപ്പം ഈ കാണുന്ന സംഭവം വളർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള വ്യൂ കുറച്ചും കൂടി മുന്നോട്ട് പോയാണ്ട് അത് ഭയങ്കര ഭംഗിയായിരുന്നു. ആ ഭാഗം എനിക്ക് ചെറുതായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ കാണാൻ എനിക്ക് ഈ റൂട്ടിൽ വരുന്നവർക്ക് ലൈക്ക് പ്രൈവറ്റ് വണ്ടികളിൽ തന്നെ വരണമെന്നില്ല. നമുക്ക് അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് വരേണ്ടവർക്ക് അങ്ങനെയും വരും. കാരണം KSRTC റൂട്ടാണത്. KSRTC ബസ് പോകുന്ന വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂർ വന്നിട്ട് KSRTC ബസ് എടുക്കാം. മലക്കപ്പാറ ബസ് എടുത്താൽ മതി. ചാലക്കുടി, അതിരപ്പള്ളി, വാഴച്ചാൽ വഴി മലക്കപ്പാറ വരെ പോകുന്ന ബസ്സുണ്ട്. അപ്പോൾ ആ ബസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മലക്കപ്പാറ വരെയുള്ള അപ്പോൾ ഈ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണാം. ബസ്സിൽ ഇരുന്നിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം പ്രൈവറ്റായിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യാം. നമ്മളൊരിക്കലും ലൈക്ക് ലിമിറ്റേഷൻസ് പറഞ്ഞുകൊണ്ട് ട്രാവൽ ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമല്ല. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുണ്ടോ നമ്മൾ ഒരു വഴി നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര ലിമിറ്റേഷനും, ദിവസത്തിൻ്റെ ലിമിറ്റേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വെഹിക്കിൾസിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാം. തൃശ്ശൂർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് KSRTC ഓടിച്ച് മലക്കപ്പാറ, അതായത് ചാലക്കുടി, ആതിരപ്പള്ളി, വാഴച്ചാൽ വഴി മലക്കപ്പാറ വരെ പോകുന്ന KSRTC ബസ് റൂട്ടാണിത്. അപ്പം ഈ റൂട്ടിൽ ബസ്സുണ്ട്. ബസ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ബസ്സിലിരുന്നുകൊണ്ട് ഒരു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു കുറ്റിമുള ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന നല്ല രസമുണ്ടായിരുന്നു ആ ഭാഗം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ചെറിയ ഒരു കുറ്റിമുള വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമെന്നാണ് എൻ്റെ ഒരു
ഊഹം. അപ്പം അത് എല്ലാം കഴിഞ്ഞിട്ട് നല്ല രസമായിരിക്കും ആ റൂട്ടൊക്കെ. അപ്പോൾ ഈ റൂട്ടിലിങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പം ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോളയാർ ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ മലക്കപ്പാറ റൂട്ടിൽ അപ്പോൾ ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ കഴിഞ്ഞ് മലക്കപ്പാറയിലേക്കുള്ള ഭാഗമാണ്. മലക്കപ്പാറ എത്തിയിട്ടില്ല, നമ്മൾ മലക്കപ്പാറ എത്തുന്നേ ഉള്ളൂ. മലക്കപ്പാറ കഴിഞ്ഞാൽ പിന്നെ കേരള തമിഴ്നാട് ബോർഡറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ KSRTC അവൈലബിൾ ആണെന്ന്, അതിനുള്ള പ്രൂഫാണിത്. KSRTC നമ്മൾ മലക്കപ്പാറ വാഴച്ചാൽ ആതിരപ്പള്ളി റൂട്ടിൽ പോകുന്ന KSRTC ബസ്സാണിത്. അപ്പോൾ KSRTC എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ട വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ആ ബസ്സിലിരുന്നും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയത്ത് വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം അതെന്തായാലും ഒരു മസ്റ്റ് ട്രൈ, ലൈക്ക് ഒരു മസ്റ്റ് ലിസ്റ്റായിട്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തേക്കാൻ ശ്രമിക്കാം. ഭയങ്കര ഭംഗിയാണ്, അത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. ഈ റൂട്ട് അങ്ങനെ വന്ന് നമ്മളിപ്പോൾ കേരള തമിഴ്നാട് ബോർഡറിലെത്തി. ഇതിപ്പോൾ തമിഴ്നാട് ബോർഡറാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറണം. ആ ഒരു ബോർഡാണ് എൻ്റെ മുകളിൽ കണ്ടത് നേരത്തെ, വെൽക്കം ടു തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിൽ വീണ്ടും ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ വീണ്ടും മാറി. ഇപ്പം ഇനി അങ്ങോട്ട് ഫുള്ള് ഭയങ്കര കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്, ഫുള്ള് തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം ആ റൂട്ടിൽ കുറച്ച് വന്നപ്പോൾ തന്നെ നമുക്ക് തമിഴ്നാട് കയറിയിട്ട് ഫസ്റ്റ് ഒരു സംഗതി കാണാനുള്ളതെന്ന് വെച്ചാൽ ഇതാണ്, ഇത് ഷോളയാർ ഡാമാണ്. അപ്പം ഇവിടെ കുറച്ച് നേരം നിർത്തി അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഈ കാണുന്നതൊക്കെ ആ ഒരു അതിൻ്റെ ഷോളയാർ ഡാമിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഇത് ഭയങ്കര ഭംഗിയുള്ള ഭാഗമായിരുന്നു. ഇവിടെ നമ്മൾ കുറേ നേരം വണ്ടി നിർത്തി. അതായത് കാണുന്നില്ല ഒരാൾ അതിനകത്ത് ഇറങ്ങി കുളിക്കുന്നത്, നല്ല കുറച്ച് ചെറിയൊരു വെയിലിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ വെള്ളത്തിലിങ്ങനെ ഇറങ്ങി കുളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പൂതിയായി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വണ്ടി എടുത്ത് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പം വീണ്ടും ഒരു ബ്യൂട്ടി മാറി. സൈഡിൽ നല്ല വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ആ ഓറഞ്ച് കളറിൽ ആ ഒരു പൂക്കളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. രണ്ട് സൈഡിലും ഫുള്ള് തേയിലത്തോട്ടം, അതിനിടയിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ മരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. ചെറിയൊരു ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു തണുത്ത ക്ലൈമറ്റ് വരുന്ന ആ സമയത്ത് ഒരു വേറൊരു എക്സ്പീരിയൻസ്. നമ്മൾ ഇത്രയും നേരം ഫോറസ്റ്റിലൂടെ വന്ന എക്സ്പീരിയൻസിൽ നിന്ന് മാറി വീണ്ടും നമ്മൾ വേറൊരു ലാൻഡ്സ്കേപ്പിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ എന്നുള്ള രീതിയിൽ അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ റൂട്ടിൽ. ഈ ഒരു ഭാഗം കണ്ടോ എന്തൊരു ഭംഗിയാ നോക്കിയാൽ. ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ ചെറിയൊരു തടാകമൊക്കെ പോലെ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു അത്.
കുറച്ച് മുന്നോട്ട് വന്ന് തേയിലത്തോട്ടം മാറി കോഫി പ്ലാന്റേഷൻസ് ആയി. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കോഫി പ്ലാന്റേഷൻസ് ആണ്. അപ്പം അത് എല്ലാം നമ്മളെ വയനാട്ടിൽ വന്ന പോലത്തെ ഒരു വിഷ്വലായിരുന്നു. ഫുള്ള് തേയിലയും കാപ്പിയൊക്കെ ആയിട്ട് ആ ഒരു വേറെ ഒരു ടൈപ്പ് ഓഫ് ലൈക്ക് ലാൻഡ്സ്കേപ്പ്, അതും ഒരു ഭംഗിയായിരുന്നു. അങ്ങനെ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് എങ്ങനെയാണോ പോകേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പം അവിടെ ഒരു ചേട്ടനെ കണ്ട്, അവിടെ ഉള്ളൊരു നാട്ടിലൊരു ചേട്ടനാന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരനെ ചോദിച്ചപ്പം വാൽപ്പാറ എങ്ങോട്ടാന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നേരെ അപ്പം തന്നെ പറഞ്ഞു തന്നെ നേരെ പോയാൽ മതി. അപ്പം നമ്മൾ എന്നാലും കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി വാൽപ്പാറ ഒരു ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലൊരു തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ ചെറിയൊരു മരത്തടലാണ്. അപ്പം വേഗം അവിടെ വണ്ടി സൈഡാക്കി, കാരണം തലേന്ന് രാത്രി ഉറങ്ങാതെ വണ്ടി എടുത്ത് ഇറങ്ങിയത്. അപ്പം എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം വണ്ടി ഓടിക്കുന്നില്ല, അപ്പോൾ അത് റിസ്ക് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് സൈഡാക്കി തേയിലത്തോട്ടത്തിൻ്റെ വരമ്പത്ത് ചെറുതായിട്ട് കുറച്ചേരം ഒന്ന് കിടക്കാമെന്ന് കരുതി. ഞാൻ നേരെ കുറച്ച് 2-3 വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ നേരെ അവിടെ പോയി സൈഡായി. ആ വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ വാൽപ്പാറയുന്നു, പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി തിരിച്ച് നേരെ പൊള്ളാച്ചിയിലേക്ക് ഇറങ്ങി. പൊള്ളാച്ചി എത്തി അവിടുന്ന് ചെറിയൊരു ബിരിയാണിയൊക്കെ കഴിച്ച് അവരുടെ ടൈപ്പ് ഓഫ് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ കൊടൈക്കനാൽ, കാരണം നമ്മൾ നൈറ്റ് സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത് കൊടൈക്കനാലായിരുന്നു. അപ്പം രാത്രി ആകുമ്പോഴത്തേക്ക് അവിടെ എത്താന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് വെച്ച് പിടിച്ച് കൊടൈക്കനാൽ ചുരമൊക്കെ കയറി രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കൊടൈക്കനാലെത്തി. നേരെ അവിടെ റൂമിൽ വരും. ഇനിയിപ്പോൾ നാളെ രാവിലെ നമ്മൾ എണീറ്റിട്ട് നമ്മൾ കൊടൈക്കനാൽ, പൂണ്ടി, മന്നവന്നൂർ, കൊടൈക്കനാലിൻ്റെ ഔട്ടർ സൈഡുണ്ട് പൂണ്ടി, മന്നവന്നൂർ, അതുപോലെ കൂക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ ഒരു ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു യാത്ര വന്നത്. കൊടൈക്കനാൽ സൈഡിലെ ടൗണിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗുണ കേവ്സൊക്കെ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം ഭയങ്കര റഷാണ് അവിടെയൊക്കെ. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ച് ഔട്ടറിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഇട്ട് അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനിയും എല്ലാ മൺഡേയ്സും വീഡിയോസായിട്ട് വരുന്നതാണ്. താങ്ക് യു.